പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മയുടെ വത്സലമക്കളായ ഭക്തരായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്വർഗത്തിൽ ഒരു വലിയ കിരീടധാരണ മഹോത്സവം നടന്നു. അത്യസാധാരണമായ അത്യപൂർവമായ ഒരു സംഭവം. നമ്മളത് വളരെ പ്രത്യേകമായും അനുസ്മരിക്കുന്ന ഒരു ദിവസമാണ് ഓഗസ്റ്റ് 22 അവിടെ വളരെ വലിയ ഒരുക്കത്തിൻ്റെ എല്ലാ അടയാളങ്ങളും വന്ന് കാണാമായിരുന്നു. മാലാഖമാർ ഓടി നടന്ന് ഈ ഒരുക്കങ്ങൾ നടത്തുകയാണ്. ഗായക സംഘം വളരെ ശ്രദ്ധയോടുകൂടി അതിമനോഹരമായി പാടുന്നതിന് വേണ്ടിയുള്ള കൊയർ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. രത്നങ്ങളും പവിഴങ്ങളും മരതകങ്ങളുമൊക്കെ കൊണ്ട് നിർമ്മിതമായ ഒരു സ്വർഗീയമായ സിംഹാസനം ഭൗമികമായ സകല സിംഹാസനത്തെക്കാളും അതിമനോഹരമായ പ്രൗഢ ഗംഭീരമായ ഒരു സിംഹാസനം, അത് മാലാഖമാർ ചേർന്ന് അതിന് അവസാന മിനുക്കുപണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രക്തസാക്ഷികളും വന്ദകന്മാരും വേദപാരംഗതന്മാരും സന്യാസിനികളും അജപാലകന്മാരും ഗോത്രപിതാക്കന്മാരും പൂർവ്വപിതാക്കന്മാരും പ്രവാചകന്മാരും രാജാക്കന്മാരും ന്യായാധിപന്മാരും എല്ലാം അവരവരുടെ പ്രത്യേകമായ പ്രോട്ടോക്കോൾ അനുസരിച്ച് അണിനിരക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട വ്യക്തിയെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി, സ്വീകരിക്കുന്നതിന് വേണ്ടി അതിഗംഭീരമായ ഒരു വരവേൽപ്പ് നൽകുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ക്രമീകൃതമായി. പിതാവായ ദൈവം തന്നെ സ്നേഹപൂർവം എല്ലാ വിഭൂഷിതനായി പ്രധാന കവാടത്തിങ്കിലേക്ക് ഇറങ്ങി വരുന്നു. സ്വർഗത്തിൻ്റെ അതിമനോഹരമായ കവാടം അതീവ ഗാംഭീര്യത്തോടെ സ്വർഗീയ സംഗീത ഉപകരണങ്ങളുടെ അതിമനോഹരമായ ഉച്ചസ്ഥായിയിലുള്ള കാഹളധ്വനിയുടെ അകമ്പടിയോടുകൂടെ തുറക്കപ്പെടുകയാണ്. സാധാരണ നിലയിൽ ആ സ്വർഗകവാടം തുറക്കുന്നതിനേക്കാൾ പ്രത്യേകമായ രീതിയിലും ശ്രദ്ധയോടുകൂടിയും മനോഹരമായും പൂർണ്ണമായും അത് തുറന്ന് ഇടപെടുകയാണ്. ഈ സ്വർഗീയ കവാടം തുറക്കപ്പെട്ടപ്പോൾ വെളിപാടിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ഒരു കിരീടം, ഇങ്ങനെയുള്ള ഒരു സ്ത്രീ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ കന്യകമറിയത്തെ വിവരിക്കുന്ന വാക്കുകളാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ ഉദ്ധരിച്ച് കേട്ട ഈ വാക്കുകൾ. അവിടെ
സൂര്യനെ ഉടയാടിയാക്കി ചന്ദ്രൻ്റെ മേൽ ചവിട്ടി നിൽക്കുന്ന, ശിരസിൽ 12 നക്ഷത്ര കിരീടങ്ങൾ വെച്ചുകൊണ്ട് നിൽക്കുന്ന ആ സ്ത്രീയുടെ രൂപം തന്നെയും ആ ഒരു കാഴ്ച തന്നെയും സ്വർഗീയ പ്രതാപത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ വലിയ പ്രതീകമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുക. പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അകമ്പടിയോടെ അവൾ പിതാവിൻ്റെ പക്കലേക്ക് ആനയിക്കപ്പെടുന്നു. പിതാവ് തൻ്റെ അരിമമകളായ ഭൂമിയിൽ നിന്ന് മാലാഖമാരാൽ പരിസയുതരായി സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെട്ട മാതാവിനെ, പരിശുദ്ധ കന്യാമറിയത്തെ സ്വാഗതം ചെയ്യുവാൻ എഴുന്നള്ളി വന്നിരിക്കുന്നു. പിതാവ് തൻ്റെ വത്സലപുത്രിയെ അതീവ സ്നേഹത്തോടെ ആലിംഗനം ചെയ്ത് ചുംബിച്ച് സ്വീകരിക്കുന്നു. ഇതൊക്കെ നമ്മൾ എത്രയ്ക്ക് മനോഹരമായിട്ട് സജീവമായിട്ട് മനസ്സിൽ ആ ചിത്രം കൊണ്ടുവരുന്നുവോ അത്രയ്ക്കും ആ ഒരു സ്വർഗീയ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ കടക്കുന്നൊരു പ്രതീതി നമുക്കുണ്ടാവും. വാസ്തവത്തിൽ ഈ മാതാവിൻ്റെ കിരീടധാരണം പ്രത്യേകമായും ആഘോഷിക്കുമ്പോൾ ഈ ഒരു ദൈവിക അനുഭവമാണ്, ഈ ഒരു സ്വർഗീയ അനുഭവമാണ് നമ്മൾ മനസ്സിൽ രൂപം കൊടുക്കേണ്ടത്. പ്രധാന മാലാഖമാരും ക്രോവ്യന്മാരും ശ്രാപ്യന്മാരും മാലാഖമാരുടെ സകല വൃന്ദങ്ങളും ഒന്നു ചേർന്ന് അണിനിരന്ന് കരങ്ങൾ വീശി ഉച്ചസ്വരത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പാടി മാതാവിനെ സ്വാഗതം ചെയ്യുകയാണ്. അവരുടെ അതിമനോഹരമായ വളരെ മാധുര്യമൂറുന്ന ആ ശബ്ദത്തിൽ ഒന്നിച്ചേർന്ന് മാതാവിന് ഹല്ലേലൂയ പാടുന്ന ആ രംഗം തന്നെയും നമുക്ക് മനസ്സിൽ എത്ര നേരം പിടിച്ചു നിർത്തുവാൻ സാധിക്കുമോ അത്രയ്ക്ക് നമ്മൾ സ്വർഗീയ അനുഭവത്തിലേക്ക് ഉയരുകയായിരിക്കും ചെയ്യുന്നത്. ഈ ലോക ജീവിതം അതീവ വിജയകരമായി അവസാനിപ്പിച്ച പരിശുദ്ധ കന്യാമറിയത്തെയാണ് ആത്മാവോടും ശരീരത്തോടും കൂടെ സ്വർഗത്തിലേക്ക് പ്രത്യേകം തയ്യാറാക്കിയ സ്വർഗീയ രാജ സിംഹാസനത്തിലേക്ക് ആനയിച്ച് ഇരുത്തുന്നത്. മാതാവ് ഈ ലോകജീവിതം അവസാനിപ്പിച്ചതിന് ശേഷം ഈ മാതാവിൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമായും ആ ശാക്രിയ ലേഖനത്തിൽ മാർപ്പാപ്പ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം, മരിച്ചു എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, പകരം ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷം. അതെങ്ങനെയാണ് അവസാനിക്കുന്നത്? സ്വാഭാവികമായ മരണമാണോ അല്ലായിരുന്നുവോ എന്ന് പ്രത്യേകമായും ഒരു എടുത്തു പറയാതെ ഈ ലോകത്തെ ജീവിതത്തിന് ശേഷം മാതാവ് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്ന് മാത്രമാണ് അവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നത്. അങ്ങനെ സംവഹിക്കപ്പെടുന്നതാവട്ടെ ശരീരത്തോടും ആത്മാവോടും കൂടെയാണ്. ആത്മാവോടും ശരീരത്തോടും കൂടെ, അതായത് മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടു കൂടെ. കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോഴും മഹത്വീകരിക്കപ്പെട്ട ശരീരമാണ്. അതുപോലെ മാതാവിൻ്റെ സ്വർഗാരോപണവും ആ ശരീരം മഹത്വീകരിക്കപ്പെട്ട് ആത്മാവോട് ചേർന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യത്തിൽ ദൈവകുമാരനും മരിയസുതനുമായ ഈശോ അതിമനോഹരമായ
സുവർണ കിരീടം മാതാവിനെ അണിയിച്ചുകൊണ്ട് സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും രാജ്ഞിയായി ത്രിലോകറാണിയായി മാതാവിനെ അവരോധിക്കുന്നു. കിരീടം ധരിപ്പിച്ച് പ്രത്യേകമായി ബഹുമാനിച്ച് ആദരിക്കുന്നു. ഇവിടെ എല്ലാ മാലാഖമാരും എല്ലാ വിശുദ്ധരും സ്വർഗീയ സൈന്യം മുഴുവനും മാലാഖമാരുടെ എല്ലാ വൃന്ദങ്ങളും വളരെ സന്തോഷത്തോടുകൂടെ ആഹ്ലാദാരവും മുഴക്കിക്കൊണ്ട് സന്തോഷിതരായി ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് മാതാവിനെ വണങ്ങുകയാണ്. മാതാവിന് ലഭിച്ച വളരെ വലിയ ബഹുമാനം, ആദരവ് ആയിരുന്നു അത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. മാതാവിന് രാജ്ഞിത്വ തിരുനാൾ ഈ അനുഭവമായ സത്യമാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. അതിനാണ് മാതാവിൻ്റെ കിരീടധാരണ തിരുനാളെന്നോ രാജ്ഞിത്വ തിരുനാളെന്നോ ഒക്കെ പറയുന്നത്. ഇവിടെ മാതാവ് അമ്മയും രാജ്ഞിയുമാണ്. യേശുവിൻ്റെ അമ്മയാണ്, മനുഷ്യകുലത്തിന് മുഴുവൻ അമ്മയാണ്, ത്രിലോകറാണിയാണ്. മാലാഖമാരുടെ വിശുദ്ധരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും രാജ്ഞിയായി മാതാവ് അവരോധിക്കപ്പെടുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ നമുക്ക് വിഭാവനം ചെയ്യാവുന്നതിൽ വച്ച് ഏറ്റവും വലിയ ഒരു മനുഷ്യ വ്യക്തിക്ക് ലഭിക്കാവുന്നതിൽ വച്ച് ഏറ്റവും വലിയ ബഹുമതി അതാണ് അന്ന് മാതാവിന് നൽകപ്പെട്ടത്. ഇങ്ങനെ ഈ കിരീടധാരണം അതിൻ്റെ അത്യാഡംബരപൂർവമായ ആഘോഷവും സ്വർഗത്തിലെ ആഹ്ലാദ പ്രകടനങ്ങളും ഒക്കെ ചിന്തിക്കുമ്പോൾ ചിലർക്ക് സംശയം തോന്നിയേക്കാം, സംശയം ഉന്നയിച്ചേക്കാം. ഇത്ര വലിയ ആഡംബരം, ഇത്ര വലിയ ആദരവ്, ഇത്ര വലിയ ആഘോഷപൂർവമായ സ്വീകരണം മാതാവിന് നൽകുവാൻ എന്തെങ്കിലും ന്യായീകരണമുണ്ടോ? വാസ്തവത്തിൽ ആ ചോദ്യം ആര് ചോദിക്കുന്നതായാലും ശരി, ഏത് ഉദ്ദേശത്തോടെ ചോദിക്കുന്നതായാലും ശരി, അതേക്കുറിച്ച് ചിന്തിക്കുന്ന നമുക്ക് മാതാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് കൂടുതൽ ബോധ്യം വളർത്തുവാൻ, കൂടുതൽ ആഴമായ ഭക്തിയോടുകൂടെ മാതാവിനെക്കുറിച്ച് ചിന്തിക്കുവാൻ ഒക്കെ അത് നമ്മെ സഹായിക്കുന്നതാണ്. മറിയം ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ത്രിയേക ദൈവം ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഒന്നാമത്തെ കാരണമായി നമ്മൾക്ക് കാണാവുന്ന കാര്യം അതാണ്. ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ തന്നെ ദൈവം മാതാവിനെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നു. പ്രത്യേകമായി വാത്സല്യത്തോടുകൂടെ ഒന്ന് ഓർത്തു നോക്കുക. പാപത്തിൻ്റെ ആദ്യ രംഗത്ത് തന്നെ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞ് അവനെ ന്യായവിധിക്ക് വിധേയനാക്കുന്ന, അവന് ശിക്ഷ വിളംബരം ചെയ്യുന്ന ആ രംഗത്ത് തന്നെ, അതായത് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ മാതാവിനെക്കുറിച്ച് ദൈവം പ്രത്യേകമായി പദ്ധതിയിട്ടിരുന്നു. അവിടത്തേക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എന്നത് അവിടെ പ്രകടമാകുകയാണ്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുളവാക്കും. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് അന്ധകാര തിന്മയുടെ ശക്തികൾക്ക് എതിരെ പോരാടുവാനുള്ള ഒരു സ്ത്രീയുടെ പ്രത്യേകമായ സാന്നിധ്യം അവിടെ ദൈവം എടുത്ത് പറയുകയാണ്. അന്നു മുതൽ ഇങ്ങോട്ട് മാതാവിൻ്റെ ജനനം വരെയും അതിനുശേഷം മാതാവിൻ്റെ മംഗളവാർത്ത തിരുനാളും തുറന്നുള്ള ജീവിതവുമൊക്കെ ദൈവത്തിന് പ്രത്യേകമായ പരിഗണനയും പരിപാലനയും
ലഭിച്ച ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് മാതാവിനെ കാണുവാൻ കഴിയുക. അങ്ങനെ ദൈവം പ്രത്യേകം ശ്രദ്ധിച്ചു, പ്രത്യേകം പരിപാലിച്ചു, പ്രത്യേകം സംരക്ഷിച്ചു കൊണ്ടുവന്ന തൻ്റെ ഓമന വത്സല മകളാണ് പരിശുദ്ധ കന്യകാമറിയം. അപ്പോൾ പിതാവിൻ്റെ ത്രിത്വത്തിൽ 3 വ്യക്തികളെയും, അല്ലെങ്കിൽ ത്രിത്വത്തിൽ 3 വ്യക്തികളും ഈ മാതാവിനെ, പരിശുദ്ധ കന്യകാമറിയത്തെ പ്രത്യേകമായും പരിഗണിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു, ആദരിച്ചിരുന്നുവെന്ന് നമുക്ക് ന്യായമായും ഊഹിക്കാവുന്നതാണ്. പിതാവിന് വത്സലപുത്രിയാണ് പരിശുദ്ധ കന്യകാമറിയം. ഈ വത്സലപുത്രിയുടെ അനുവാദം വാങ്ങിച്ചതിന് ശേഷമാണ് അവളിൽ വചന മാംസമാകുവാൻ ദൈവം തീരുമാനിച്ചാവുന്നത്. ആദ്യം മാലാഖയെ അയച്ച് സമ്മതം ചോദിക്കുകയാണ്. മാതാവ് പ്രത്യുത്തരിച്ചു, ഇതാ അങ്ങയുടെ ദാസി. അപ്പോൾ പൂർണ്ണമായി ദൈവത്തിനുള്ള ആ സമർപ്പണം അവിടെ ആവർത്തിക്കുകയാണ്. അങ്ങനെ ഇതാ ദൈവത്തിൽ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പരിപൂർണമായി സമർപ്പിച്ച മാതാവ് തീർച്ചയായും പിതാവ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹത്തിന് പാത്രീഭൂതയായ ഒരു മനുഷ്യ സൃഷ്ടിയാണ്. പിതാവായ ദൈവത്തിൻ്റെ വത്സലപുത്രിയാണ് മാതാവ്. ഇനി പുത്രനായ ദൈവം, പുത്രനായ ദൈവത്തിന് പ്രത്യേകമായ സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് എടുത്തു പറയേണ്ടതില്ല. കാരണം മനുഷ്യനായ ദൈവപുത്രൻ്റെ അമ്മയായി പ്രവർത്തിച്ചത്, അമ്മയായിരുന്നത് ഈ മാതാവാണ്. തൻ്റെ ഉദരത്തിൽ ഗർഭം ധരിക്കുവാൻ അനുവാദം നൽകുന്നു. അതുതന്നെ മാതാവിന് എത്രയോ വലിയ, യേശുവിന് അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവും ആദരവും ഈ അമ്മയോട് തോന്നുവാൻ കാരണമാകുന്ന ഒരു വലിയ സംഭവമാണ്. തൻ്റെ നിർമ്മലമായ ഉദരത്തിൽ കന്യത്വത്തിന് ഭംഗം വരാതെ തന്നെ തൻ്റേതായ ജീവിത ആദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ വലിയ ദൈവിക രഹസ്യത്തോട് സഹകരിക്കുവാൻ അമ്മ തയ്യാറാവുന്നു. പക്ഷേ അമ്മയുടെ പ്രത്യേകമായ മാനസികമായ അവസ്ഥ, പ്രത്യേകമായും യേശുവിനോട് ഒന്നായിത്തീരുവാനുള്ള പരിപൂർണമായ സമ്മതം, അതിനുവേണ്ടിയുള്ള സ്വയം സമർപ്പണം, ഇതൊക്കെ നമുക്ക് ഈ ഒരു സംഭവത്തിൽ കാണാവുന്നതാണ്. തുടർന്നുള്ള ജീവിതത്തിലുടനീളം ഒരമ്മയുടേതായ കടമകളെല്ലാം യേശുവിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഉദരത്തിലായിരുന്ന അവസ്ഥയുണ്ട്, ജനന നിമിഷമുണ്ട്, ശൈശവമുണ്ട്, ബാല്യമുണ്ട്, കൗമാരമുണ്ട്, തുടർന്നങ്ങോട്ടുള്ള ഓരോ ഘട്ടത്തിലും അതത് ഘട്ടത്തിന് യോജിച്ച വിധത്തിൽ ഒരമ്മയുടെ കടമ നിറവേറ്റുവാൻ മാതാവിന് അല്പം പോലും പ്രയാസമുണ്ടായിരുന്നില്ല. പരിപൂർണമായും മാതാവ് ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിക്കുന്നു. പുത്രനായ യേശുവിന് അമ്മയായി തന്നെ സ്വയം സമർപ്പിച്ച് ആ സമർപ്പണം പൂർണ്ണാർത്ഥത്തിൽ നിറവേറ്റി ജീവിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രാണപ്രേയസിയാണ് മാതാവ്. പരിശുദ്ധാത്മാവ് മാതാവിനെ മാതാവ് പരിശുദ്ധാത്മാവിനെ ദിവ്യവരനായി സ്വീകരിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രിയ പത്നിയായി മാതാവ് മാറുന്നു. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട അതിതീവ്രമായ വേർപിരിക്കാനാവാത്ത ആ വലിയ സ്നേഹബന്ധം മാതാവും പരിശുദ്ധാത്മാവും തമ്മിൽ ഉടലെടുക്കുകയാണ്.
എന്നും ഈ മാതാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേയസിയായി തന്നെ ജീവിക്കുകയും ചെയ്തു. ഈ ദൈവിക രഹസ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് ഏറ്റുപറഞ്ഞ് അംഗീകരിച്ച് അത് അഭിമാനം കൊള്ളുന്ന ദിവസമാണ് വാസ്തവത്തിൽ ഈ മാതാവിൻ്റെ കിരീടധാരണം എന്ന് പറയുമ്പോൾ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന് പരിശുദ്ധ അമ്മ എന്തുമാത്രം ബന്ധപ്പെട്ടിരുന്നു, ഐക്യത്തിലായിരുന്നു, സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലായിരുന്നു എന്നൊക്കെ ചിന്തിക്കുവാൻ ഈ ദിവസം നമുക്ക് അവസരം നൽകുകയാണ്. ഇനി മാതാവിന് ഇങ്ങനെ സ്വർഗീയമായ ആദരവും ബഹുമാനവും നൽകുന്നതിന് കാരണമായി നമ്മൾ പറയുന്നത് ഒന്ന്, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം ഏറ്റവും ശക്തമായി മാതാവ് ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ തന്നെ, അതിന് മുൻപേ തന്നെ എന്ന് പറയാം, സ്നേഹിച്ചിരുന്നു. അത്രയ്ക്ക് വലിയ ദൈവസ്നേഹത്തിന് പാത്രീഭൂതയായ മാതാവ് സ്വർഗത്തിൽ ആദരിക്കപ്പെടുക എന്നുള്ളത് തീർത്തും ഉചിതമാണ്. ഇനി രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത്, ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിച്ച വ്യക്തി മാതാവായിരുന്നു. ദൈവം സ്നേഹിച്ചു, പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, ആ സ്നേഹത്തിന് ഉചിതമായ രീതിയിൽ മാതാവ് പ്രത്യുത്തരിച്ചു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം വാസ്തവത്തിൽ മാതാവിൻ്റെ ജീവിതത്തിലെ ആരംഭം മുതൽ തന്നെ കാണാം. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ മാതാവിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചു. മാതാവ് ദേവാലയത്തിലാണ് വളർന്നു വന്നിരുന്നത് എന്നാണ് പാരമ്പര്യം നമ്മളോട് പറയുന്നത്. അപ്പോൾ മറ്റു സൃഷ്ടികളുമായും മാതാപിതാക്കളുമായി പോലും ഉള്ള ബന്ധവും സ്നേഹവും വളർന്നു വരേണ്ട ആ കുട്ടിക്കാലത്ത് പോലും, ശൈശവ പ്രായത്തിൽ പോലും അതിൽ നിന്നെല്ലാം പൂർണ്ണമായും വിമുക്തമാക്കപ്പെട്ട് ദൈവത്തിനായി സമർപ്പിക്കപ്പെടുന്നു, ദൈവത്തിൻ്റെ ആലയത്തിൽ ജീവിക്കുന്നു, ദൈവത്തോടൊന്നിച്ച് വളരുന്നു. പിന്നീട് അങ്ങോട്ട് കേൾക്കുന്നതും കാണുന്നതും എല്ലാം ദൈവീകമായ കാര്യങ്ങളും ദൈവത്തെ അനുസ്മരിപ്പിക്കുന്ന കാര്യങ്ങളുമാണ്. ദൈവത്തിന് വചനം ശ്രവിക്കുന്നു, ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കുന്നു, ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നതിന് അങ്ങേയറ്റം പരിശ്രമിക്കുന്നു. അങ്ങനെ പൂർണ്ണമായും ദൈവത്തിൻ്റെ മാത്രമായി ജീവിക്കുവാനുള്ള ഒരു നിരന്തരമായ പരിശ്രമം നടത്തിയിരുന്ന വലിയൊരു ദൈവസ്നേഹത്തിൻ്റെ ഉത്തമ മാതൃകയാണ് പരിശുദ്ധ കന്യാമറിയം തൻ്റെ ഐഹിക ജീവിതത്തിൽ. പൂർണ്ണമായും ദൈവത്തെ സമർപ്പിച്ചു, ദൈവത്തിൽ തിരുമനസ്സ് നിറവേറ്റി. ഏതെല്ലാം വിധത്തിൽ എന്നൊക്കെ ദൈവത്തിന് ഹിതം ഏറ്റവും ചെറുതുപോലും മാതാവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു. അപ്പോഴൊക്കെ ഇതാ അങ്ങയുടെ ദാസി, അങ്ങയുടെ ഹിതം ഇനി നിറവേറട്ടെ. ആ ഒരു പ്രതികരണം, ആ ഒരു പ്രത്യുത്തരം മാത്രമേ മാതാവിനുണ്ടായിരുന്നുള്ളൂ. അങ്ങേയറ്റം ഈ സമർപ്പണത്തിൻ്റെ ജീവിതം മാതാവിനെ കുരിശിൻ ചുവട്ടിലേക്ക് നയിക്കുന്നു. ഏറ്റവും വലിയ വേദനയുടെയും ദുഃഖത്തിൻ്റെയും ഒക്കെ ആ ഒരു ദുഃഖസാഗരത്തിൽ മുഴുകി നിൽക്കുന്ന മാതാവ്. കർത്താവിൻ്റെ ദുഃഖങ്ങളും വേദനകളും പീഡനങ്ങളും ഓരോന്നോരോന്നായി അവസാന നിമിഷത്ത് അതിൻ്റെ ഉഗ്രരൂപത്തിൽ കാണുമ്പോഴും മാതാവ് അതിനോട് തടസ്സം പറയുകയല്ല. ഇതൊക്കെ ഞാൻ കാണണം, ഇതൊക്കെ ഞാൻ സഹിക്കണമെന്നാണ് അങ്ങയുടെ തിരിഷ്ടമെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അവിടെയും കുരിശിൽ കിടക്കുന്ന മകൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ടും കാൽച്ചുവട്ടിൽ നിന്നുകൊണ്ടും മാതാവ് പിതാവായ ദൈവത്തിന് തന്നെ സമർപ്പിക്കുകയായിരുന്നു. പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒന്നിലും പതരാതെ ദൈവ തിരുമനസ്സിന് പരിപൂർണമായും വിധേയപ്പെട്ടു നിന്നു. ഇനി പുത്രനെ സ്വന്തം മകനായി, പൂർണ്ണാർത്ഥത്തിൽ മകനായി മാതാവ് സ്വീകരിക്കുന്നു. തന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ അമ്മയായി ആ മകനെ നൽകുന്നു.
അമ്മയുടേതായ എല്ലാ സേവനങ്ങളും ശുശ്രൂഷകളും ഒരു മടിയും കൂടാതെ നിറവേറ്റുവാൻ മാതാവ് തയ്യാറാവുന്നു. യേശുവാകട്ടെ ദൈവമെന്ന നിലയിൽ സ്വയം തിരഞ്ഞെടുത്ത അമ്മയാണ്. ആ അമ്മയോട് പരിപൂർണമായ വിധേയത്വവും അനുസരണവും സ്നേഹവും ബഹുമാനവും ആദരവും എല്ലാം പരിപൂർണമായി നൽകുവാൻ ഈശോ തയ്യാറാവുകയും ചെയ്തു. അമ്മയും മകനെന്നുള്ള ആ ബന്ധത്തിൽ ഇരുഭാഗത്തു നിന്നും, അമ്മയുടെ ഭാഗത്തു നിന്നോ മകൻ്റെ ഭാഗത്തു നിന്നോ ഒരു കുറവും ഒരു പോരായ്മയും ഉണ്ടാകാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ച് ആ സ്നേഹ മാതൃപുത്ര ബന്ധം വളർത്തിക്കൊണ്ട് വരിക തന്നെ ചെയ്തു. അത് പൂർണ്ണത പ്രാപിക്കുന്നത് ഈ സംഭവത്തിൽ സ്വർഗത്തിൽ മാതാവിനെ തിലോകരാജ്ഞിയായി മുടി ധരിപ്പിച്ചുകൊണ്ട് കർത്താവ് ആദരിക്കുന്ന ആ രംഗം വരെ എത്തി നിൽക്കുന്നു. ഇനി മൂന്നാമത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായിരുന്നു. പ്രത്യേകമായും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന സഹകരണം പ്രത്യേകമായി എടുത്തു കാണിക്കുന്നത് ദൈവശാസ്ത്രജ്ഞന്മാരെടുത്ത് പറയുന്നത് സഭയുടെ ആദ്യ കാലഘട്ടത്തിലാണ്. യേശു പെൺശിശുവായിരുന്നപ്പോഴും മാതാവ് സഹകരിച്ചു, പരിചരിച്ചു. യേശുവിന് മരണശേഷം കുരിശിൻ ചൂട്ടിൽ വച്ച് മരണത്തോടെ പുതിയൊരു മാതൃത്വം മാതാവ് നൽകപ്പെടുന്നു. തിരുസഭയുടെ അമ്മയായി യേശു തൻ്റെ മരണത്തിലൂടെ രൂപം കൊടുത്ത സഭയ്ക്ക് അമ്മയാവുവാൻ, പ്രത്യേകിച്ച് സഭയുടെ ശൈശവഘട്ടത്തിൽ കൈപിടിച്ച് നടത്തുവാൻ ഈ അമ്മയെയാണ് ദൈവം നിരോധിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് സഭയെ നയിച്ചുകൊണ്ടിരുന്നത്. പരിശുദ്ധാത്മാവിനോട് ഏറ്റവും സഹകരിച്ചുകൊണ്ട് സഭയുടെ വളർച്ചയിൽ പ്രത്യേകമായ സംരക്ഷണവും മാതൃവാത്സല്യവും ആവശ്യമായിരുന്ന ആ ആരംഭദശയിൽ മാതാവ് പൂർണ്ണമായും അത് നൽകുകയും ചെയ്തു. അങ്ങനെ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ഏറ്റവും സഹകരിച്ച ഒരു വ്യക്തിയായി നമ്മൾ മാതാവിനെ കാണുന്നു. ഈ നിലയിൽ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ദൈവം മാതാവിനെ സ്നേഹിച്ചു. മാതാവ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവത്തെ തിരിച്ചങ്ങോട്ടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിച്ചു, പൂർണ്ണമായും സമർപ്പിച്ചു. ഇനി മൂന്നാമതൊരു കാരണമായിട്ട് നമുക്ക് പറയാവുന്നത് മനുഷ്യരക്ഷയ്ക്കായുള്ള യേശുവിൻ്റെ കുരിശുമരണം, അതിലെ പീഡാസഹനത്തിൽ ഏറ്റവും അധികം സഹകരിച്ചതും പങ്കുപറ്റിയതും പരിശുദ്ധ കന്യകാമറിയമാണ്. വാസ്തവത്തിൽ ഒരമ്മ, അമ്മയ്ക്ക് ഏകമകനായ ഈശോ, ഇവർ 33 വയസ്സ് മാത്രം പ്രായം, യുവത്വത്തിലേക്ക് കാലുകുന്നി നിൽക്കുന്ന ആ പ്രായത്തിൽ ഇത്രയ്ക്ക് ദാരുണമായ വിധം എല്ലാവരും വെറുക്കപ്പെട്ടെന്ന വണ്ണം ഏറ്റവും വലിയ വേദനയുടെയും യാതനയുടെയും പീഡനങ്ങളുടെയും മധ്യത്തിൽ മരണം വരിക്കേണ്ടി വന്നത് കണ്ടുകൊണ്ട് നിൽക്കുവാൻ ഈ അമ്മ വിധിക്കപ്പെടുകയാണ്. വാസ്തവത്തിൽ ആ ഒരു കുരിശിൻ ചുവട്ടിലെ ആ നിൽപ്പ് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുമാത്രം മാതാവിൻ്റെ ഹൃദയത്തിൽ യേശുവിൻ്റെ വേദനകളെല്ലാം കൂടെ ഒഴുകിച്ചെന്ന് കൂടിയിരുന്നുവെന്ന്. യേശു കുരിശിൽ കിടന്നുകൊണ്ട് ശാരീരികമായ വേദന, മാനസികമായ വേദന, ആത്മീയമായ വേദന, ഈ 3 തലത്തിലും വേദന അനുഭവിച്ചു. ഇത് 3 പൂർണ്ണമായും മാതാവ് തൻ്റെ ശരീരത്തിലും ഹൃദയത്തിലും ആത്മാവിലും ഏറ്റുവാങ്ങുക തന്നെ ചെയ്തു. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും. ശിമയോൻ അന്ന് പറഞ്ഞ പ്രവചനം. വാസ്തവത്തിൽ അന്നു മുതലേ തന്നെ ഈ വാൾ മാതാവിൻ്റെ ഹൃദയത്തെ ഭേദിക്കുവാൻ തുടങ്ങിയിരുന്നു. അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുന്നത് കുരിശിൻ ചുവട്ടിൽ
നിൽക്കുന്ന ആ സമയത്താണ്. മാതാവിനെ രക്തസാക്ഷികളുടെ രാജ്ഞി എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. മാതാവ് അർഹിക്കുന്ന ഒരു സംജ്ഞയാണ്. അതിന് വിശുദ്ധരും വേദപാരംഗതന്മാരുമൊക്കെ പറയുന്നത് എല്ലാ രക്തസാക്ഷികളും വിവിധ കാലഘട്ടങ്ങളിലായി സഹിച്ചിട്ടുള്ള എല്ലാ പീഡനങ്ങളും വേദനകളും ഒരുമിച്ച് ചേർത്താലും മാതാവ് സഹിച്ച വേദനയോട് തുലനം ചെയ്യുമ്പോൾ അത് നിസ്സാരമായി തോന്നും. അത്രയ്ക്ക് നമുക്ക് പറയുവാൻ പറ്റാത്ത അനവദ്യമായ അചിന്തനീയമായ വേദനയുടെ ദുഃഖത്തിൻ്റെ സാഗര കടലിലൂടെ ആണ് മാതാവ് അന്ന് കടന്നുപോയത്. അതുകൊണ്ട് രക്തസാക്ഷികളുടെ രക്തസാക്ഷി എന്ന് കർത്താവിനെ വിശേഷിപ്പിക്കാമെങ്കിൽ ആ രക്തസാക്ഷിത്വം വരിച്ചു മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച യേശുവോട് ചേർന്ന് ആ രക്തസാക്ഷിത്വത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് പരിശുദ്ധ അമ്മയാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കുക, മാതാവ് ഇത്രയേറെ വേദന സഹിച്ചു. നമ്മളുടെ യെരമീയ പ്രവാചകൻ്റെ ആ രണ്ടാമത്തെ ആ പുസ്തകത്തിൽ, അതായത് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്: കടന്നു പോകുന്നവരെ എൻ്റേതിനോട് തുല്യമായ ഒരു ദുഃഖം ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുവിൻ. ആ ഭാഗം കുറച്ച് വാക്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അത് വിലാപങ്ങളുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങൾ. കടന്നു പോകുന്നവരെ, നിങ്ങൾക്ക് ഇത് നിസ്സാരമാണോ? നോക്കിക്കാണുവിൻ, ഞാൻ അനുഭവിക്കുന്ന ദുഃഖത്തിന് തുല്യമായ കർത്താവ് തൻ്റെ ഉഗ്രകോപത്തിൻ്റെ നാളിൽ എൻ്റെ മേൽ വരുത്തിയ ദുഃഖത്തിന് തുല്യമായ ദുഃഖമുണ്ടോ? ഉന്നതത്തിൽ നിന്ന് അവിടുന്ന് അഗ്നി അയച്ചു, എൻ്റെ അസ്ഥികളിലേക്ക് അവിടുന്ന് അത് ചൊരിഞ്ഞു. അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വല വിരിച്ചു. അവിടുന്ന് എന്നെ നിലം പതിപ്പിച്ചു. അവിടുന്ന് എന്നെ ഉപേക്ഷിച്ചു. ദിവസം മുഴുവനും ഞാൻ ബോധം കെട്ട് കിടന്നു. ആ ദുഃഖത്തിൻ്റെ സഹനത്തിൻ്റെ ആധിക്യം അവിടെ എടുത്തു പറയുകയാണ്. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? പിതാവാ ദൈവം പോലും ഉപേക്ഷിച്ചു, കൈവിട്ട് കളഞ്ഞു എന്ന ഒരു വ്യഥയിലേക്ക്, ആത്മീയ ദുഃഖത്തിലേക്ക് കർത്താവ് ആണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. പരിശുദ്ധ അമ്മയും ആ ദുഃഖവും ആ വേദനയും ഏറ്റെടുത്തു. തൻ്റെ ഹൃദയത്തിൽ, തൻ്റെ അന്തരാത്മാവിൽ മാതാവും അത് അനുഭവിച്ചു. അപ്പോൾ ഇവിടെ യേശുവിൻ്റെ ദുഃഖത്തെക്കുറിച്ച്, പാഠപീഠകളെക്കുറിച്ച് പറയുന്ന ഈ വാക്യങ്ങൾ വാസ്തവത്തിൽ മാതാവിനെക്കുറിച്ചും തുല്യ ശക്തിയോടുകൂടെ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ദുഃഖത്തിൻ്റെ ആധിക്യത്തിൽ നിന്ന് കർത്താവിനോട് ഏറ്റവും അധികം സഹകരിച്ച മാതാവ്, വാസ്തവത്തിൽ ശിമയോൻ പ്രവചിച്ച ആ വാൾ പൂർണ്ണമായും കടന്നുപോയത് ഈ അവസാന നിമിഷത്തിലാണ് എന്ന് പറയാം. എനിക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ഒരു തുള്ളി വെള്ളം എത്തിച്ചു കൊടുക്കുവാൻ ഈ അമ്മയ്ക്ക് കഴിയുന്നില്ല. എത്ര നിസ്സഹായ അവസ്ഥയിലാണ്, ഹൃദയം തകർന്നു പോകുന്ന അനുഭവത്തിലൂടെയാണ് മാതാവിന് കടന്നു പോകേണ്ടി വന്നത്. അവസാനം കുരിശിൽ നിന്ന് ആ മൃതശരീരം ഇറക്കുന്നു, മാതാവിനെ മടിയിൽ കിടത്തുന്നു. ആ മൃതശരീരം മാതാവ് ഇരു കൈകളിൽ നീട്ടി സ്വീകരിക്കുന്നു. പിതാവ് ദൈവത്തിന് സമർപ്പിക്കുന്ന ചേഷ്ടയാണ് ഇരു കൈകളിലുമായിട്ട് കർത്താവിനെ താങ്ങിക്കൊണ്ട് മാതാവ് കുരിശിൻ ചുവട്ടിലിരിക്കുന്നത്. യേശുവിൻ്റെ ശരീരം
പിതാവായ ദൈവത്തിന് ബലിവസ്തുവായി പൂർണ്ണമായും തൻ്റെ പൂർണ്ണ സമ്മതത്തോടുകൂടി മാതാവ് സമർപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ഈ അർത്ഥത്തിൽ ആദ്യമായി ബലിയർപ്പിച്ച മാതാവാണ്. സ്ത്രീകൾക്ക് പൗരോഹിത്യമില്ല എങ്കിലും നമുക്ക് യേശുവിനോട് ചേർന്ന് യേശുവിൻ്റെ മൃതശരീരം തന്നെ ഇന്ന് വൈദികർ തിരുവോസ്തിയിൽ സമർപ്പിക്കുന്നതെങ്കിൽ അന്ന് സാക്ഷാൽ യേശുവിൻ്റെ മൃതശരീരം തന്നെ കയ്യിലെടുത്തുകൊണ്ട് പിതാവായ ദൈവത്തിന് സമർപ്പിച്ചു പരിശുദ്ധ അമ്മ. അമ്മയുടെ ആ ഒരു ദിവ്യ അനുഭവം വാസ്തവം നമ്മൾ കൂടെ ധ്യാന വിഷയമാക്കുന്നത് നമുക്ക് വളരെയേറെ സഹായകമായിരിക്കും. അങ്ങനെ ദുഃഖസാഗരത്തിൽ മുഴുകിയ മാതാവ് എല്ലാവിധത്തിലുള്ള ദുഃഖത്തിൻ്റെയും നിറകുടവുമായി മാറിയ മാതാവ്, ദുഃഖസാഗരത്തിൻ്റെ അടിത്തട്ടോളം ഇറങ്ങിച്ചെന്ന് വേദന അനുഭവിച്ച മാതാവ് ഇന്ന് യേശുവിനോടൊപ്പം സ്വർഗീയ സിംഹാസനത്തിൽ മഹത്വത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. മഹത്വത്തിൻ്റെ ഉത്തുംഗ പദവിയിൽ മാതാവ് എത്തിയിരിക്കുന്നുവെങ്കിൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല. കാരണം ഈ വേദനയുടെ, ത്യാഗത്തിൻ്റെ, വിധേയത്വത്തിൻ്റെ, പരിഹാസത്തിൻ്റെ ഒക്കെ അടിത്തട്ടിലേക്ക് ആണ്ടുപോയവളാണ് മാതാവ്. തീർച്ചയായും ദൈവം അവളെ ഉയർത്തി, സ്വർഗത്തോളം ഉയർത്തി. ഈ ദുഃഖങ്ങളിലൊക്കെ പങ്കുപറ്റിയ ആ ശരീരത്തെയും സ്വർഗത്തിലേക്ക് ഉയർത്തി. അവിടെ സ്വർഗീയ സിംഹാസനത്തിൽ ഉപവിഷ്ടയാക്കി. എല്ലാ മാലാഖമാരും വിശുദ്ധരും ചേർന്ന് പാടി സ്തുതിക്കുന്നു. മാതാവിനെ വണങ്ങി മാതാവിന് ഏറ്റവും വലിയ രാജ്ഞിക്കടുത്ത ആദരവ് നൽകുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവർ, നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒന്നാണ് ഈ അമ്മ. സ്വർഗ്ഗത്തിൽ ഇത്രയേറെ ആദരിക്കപ്പെടുന്ന, വണങ്ങപ്പെടുന്ന ഈ അമ്മ എൻ്റെ അമ്മയാണ്. കുരിശിൻ ചുവട്ടിലാണ് സ്വർഗത്തിൽ ഈ പദവിയിലേക്ക് എത്താൻ മാതാവിന് ഏറ്റവും ശക്തമായ യോഗ്യത ലഭിച്ചതെങ്കിൽ അവിടെ വച്ച് തന്നെയാണ് മാതാവ് ഈ അമ്മയെ നമുക്ക് അമ്മയായി നൽകിയത്. അഭിമാനത്തോടും സന്തോഷത്തോടും കൂടെ ഈ അമ്മയുടെ മക്കളായി ജീവിക്കാം. അമ്മ നമ്മൾ ക്ഷണിക്കുന്നത് നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരുവാനാണ്. നമുക്കും സ്വർഗത്തിലൊരു സ്ഥാനം, ഒരു ഭവനം കർത്താവ് ഒരുക്കി വച്ചിട്ടുണ്ട്. ആ ഭവനത്തിൽ നമ്മൾ എത്തിച്ചേരണം. മാതാവിനെ മറ്റു മാലാഖന്മാരോടും വിശുദ്ധരോടും പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും എല്ലാ വിശുദ്ധാത്മാക്കളോടും ചേർന്നുകൊണ്ട് അവിടുത്തെ വണങ്ങുവാനും ത്രിയേക ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മാതാവിന് അറിയിക്കുന്ന വണക്കം നൽകുവാനും സാധിക്കുന്നതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ സന്തോഷവും നിർവൃതിയും. അതിലേക്ക് മാതാവ് നമ്മെ നയിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ സിംഹാസനത്തിൽ മഹത്വീകൃതമായി തിരുരാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെട്ട് വാണരുളുന്ന പരിശുദ്ധ അമ്മേ, സകല മാലാഖന്മാരോടും വിശുദ്ധരോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു, അങ്ങയെ ആദരിക്കുന്നു. ഞങ്ങളും സ്വർഗത്തിൽ എത്തിച്ചേരുവാനും മറ്റു സകല വിശുദ്ധരോടും കൂടി ആ സ്വർഗീയ ഗണത്തിൻ്റെ മഹാസമുദ്രത്തിൽ ഞങ്ങൾ ഏച്ചുചേർന്നുകൊണ്ട് അങ്ങേ ദിവ്യ മഹത്വം നേരിൽ കാണുവാനും സന്തോഷിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ അങ്ങ് കനിഞ്ഞ് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.